എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ലഡു ഉണ്ടാക്കാവേ. അതിനായിട്ട് ഞാൻ ഒരു 5 ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പൂടി ഇട്ട് കൊടുക്കാവേ. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് കുഴച്ചെടുക്കണേ. അപ്പോൾ ഞാൻ ഈ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി എണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പം കുറച്ച് അതിലേക്ക് ഇട്ട് നോക്കണേ. അപ്പോൾ അത് നന്നായിട്ട് പൊങ്ങി വന്നു കഴിഞ്ഞാൽ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾ ഇതുപോലെ ഈ സ്പൂണിനകത്ത് ചുമ്മാ ഇങ്ങനെ കോരി ഒഴിച്ച് കൊടുത്താൽ മതിയേ. എന്നിട്ട് ഇത് ഒരുപാട് കരാന്നൊന്നും മൂത്ത് പോകണ്ട. പെട്ടെന്ന് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോഴേ കോരിയെടുക്കണേ. അപ്പോൾ ഇതുപോലെ എണ്ണയിലേക്ക് കുറേശ്ശെ സ്പൂണ് വെച്ചിങ്ങനെ കോരി ഒഴിച്ച് കൊടുത്താൽ മതിയേ. അത് കഴിഞ്ഞ് ഇത് ഒത്തിരി നേരം കരാന്ന് മൂക്കാനൊന്നും നിൽക്കണ്ട. പെട്ടെന്ന് തന്നെ ഇങ്ങനെ കോരി മാറ്റണേ. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് ഇറ്റിച്ച് കൊടുത്താൽ മതിയേ. അപ്പോൾ അങ്ങനെ നമ്മുടെ മാവ് മുഴുവൻ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയേ. ഒരുപാടങ്ങ് പൊടിഞ്ഞു പോകുമൊന്നും വേണ്ട. അതുകൊണ്ട് ഇതുപോലെ ഇനി ഇതിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് 2-3 ഏലക്ക ചതച്ചെടുക്കാവേ. ഇനി ഇതേ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഈ ചെറിയ കപ്പിന് 2 കപ്പ് പഞ്ചസാര ഞാൻ അളന്നെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതേ കപ്പിന് തന്നെ ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ പഞ്ചസാര മെൽറ്റ് ചെയ്യുന്നതിൻ്റെ അകത്തോട്ട് ഞാൻ 1 സ്പൂൺ നെയ്യൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ. അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഇനി കളർ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇച്ചിരി കളറൂടെ ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഞാനൊരു ഓറഞ്ച് കളറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ. അപ്പോൾ പഞ്ചസാര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ലഡുവിൻ്റെ കൂട്ടിട്ട് കൊടുക്കാവേ. ഇനി ഇത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് പഞ്ചസാര ഇതിൽ കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ 5 ടേബിൾ സ്പൂൺ കടലമാവായിരുന്നു നമ്മൾ എടുത്തിരുന്നെങ്കിലും ഇത്രയും മാവുണ്ട് കേട്ടോ. ഇതിനി പഞ്ചസാരക്കകത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനിയിപ്പോൾ കളറൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഈ കടലമാവിനൊരു ലൈറ്റ് മഞ്ഞ കളറായതുകൊണ്ട് ലഡുവിനൊരു ലൈറ്റ് യെല്ലോ കളർ കിട്ടുവേ. ഇനി കളർ വേണോ നിർബന്ധമാണെങ്കിൽ ഈ പഞ്ചസാര പാനിക്കകത്തോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതിയേ. അപ്പോൾ ഇതുപോലെ പഞ്ചസാരക്കകത്ത് നന്നായിട്ട് ഇതൊന്ന് വിളയിച്ചെടുക്കണേ. ഇനി ഇത് ചെറു ചൂടോടെ തന്നെ ലഡുവിൻ്റെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാവേ. ഇപ്പോൾ ഇത് നല്ല ചൂടാണ് കേട്ടോ. ആവി പറക്കുന്നുണ്ടോ?
അപ്പോൾ ദേ ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് ഉരുട്ടി കൊടുക്കണേ. അപ്പോൾ അത് ആദ്യം ഉരുട്ടി വെച്ച ലഡു അച്ചു എടുത്തുകൊണ്ട് പോയി കേട്ടോ. ഭയങ്കര ചൂടാകട്ടോ, ഉരുട്ടാൻ പറ്റുന്നില്ലേ. കുറച്ചുകൂടെ ഒന്ന് ചൂടാറിയിട്ട് ഉരുട്ടിയാൽ മതിയേ, അല്ലെ കൈയെല്ലാം പൊള്ളിപ്പോയി. പഞ്ചസാരയല്ലേ നന്നായിട്ട് ഉരുകി നിൽക്കുക. ഈ സമയത്ത് വേണമെങ്കിൽ നെയ്ക്കകത്ത് വറുത്ത നട്ട്സും കിസ്മിസും ഒക്കെ വേണം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ ചെറിയ സൈസിലാണ് ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈസിലാണ് ഞാൻ ഉരുട്ടിയെടുത്തിരിക്കുന്നത്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റിലുള്ള ലഡുവാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ അറിയത്തില്ലാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.